ഹായ് ഫ്രണ്ട്സ്, ബീഫ് കറിയെയും ചിക്കൻ കറിയെയും വെല്ലുന്ന കടച്ചക്ക അഥവാ ചീമച്ചക്ക മസാല കറിയാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതിനായി ഈ കടച്ചക്ക ഒന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാം. സാധാരണ ചക്കയെ പോലെ ഇതും സ്റ്റിക്കിയാണ്, അരക്കുണ്ട്. സോ കട്ട് ചെയ്യുന്നതിന് മുമ്പ് കയ്യിൽ അല്പം എണ്ണ പുരട്ടിയിട്ട് ചെയ്യുന്നതാണ് നല്ലത്. നമുക്ക് ഈ തോടെല്ലാം ഇളക്കിയതിന് ശേഷം ഇതിനെ വെള്ളത്തിലിട്ട് വയ്ക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കറുത്തു പോകും. 4-5 പ്രാവശ്യം കഴുകിയെടുക്കേണ്ടതുണ്ട്. ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്സിഡേഷൻ നടക്കുമ്പോൾ കറുത്തു പോവില്ല, അതുപോലെ തന്നെയാണ് ഇതും, പെട്ടെന്ന് അങ്ങ് കറുത്തു പോകും. ഇപ്പോൾ കടച്ചക്കയുടെ സീസണാണ്, എല്ലായിടവും ലഭ്യമാണ്. ഈ കടച്ചക്ക ഉപയോഗിച്ച് പല വിഭവങ്ങളും ചെയ്യാം. ചില ആളുകൾക്ക് ഡെയിലി അവരുടെ ഫുഡിൻ്റെ കൂടെ ബീഫ് കറിയോ ചിക്കൻ കറിയോ എന്തെങ്കിലും ഒന്ന് വേണമെന്ന് അങ്ങനെ നിർബന്ധ ബുദ്ധി കാണിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇതൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ, ഞാൻ ഇപ്പം ഈ ചെയ്യാൻ പോകുന്ന രീതിയിൽ കടച്ചക്ക കറി കൊടുത്തു കഴിഞ്ഞാൽ അവരെ തൃപ്തിപ്പെടുത്താൻ നമുക്കിത് ധാരാളം മതിയാവും. അത്രയ്ക്ക് ടേസ്റ്റാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്ന കടച്ചക്ക കറി. നമുക്കപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനൊരു അരപ്പ് റെഡിയാക്കാം. ഒരു കടായിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ അതിൽ ഒരു 2 പിടി തേങ്ങ ചിരകിയിട്ട് കൊടുക്കാം. അതിനൊപ്പം കുറച്ച് കറിവേപ്പിലയും ഒരു ചെറിയ പീസ് ഇഞ്ചി ഇതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. തേങ്ങ ചെറുതായിട്ടൊന്ന് വറുവിടുമ്പോൾ അതിലേക്ക് 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 2 ടീസ്പൂൺ പെപ്പർ, പിന്നെ കുറച്ച് റെഡ് ചില്ലി പൗഡർ. അത് ഒരു കളറിന് വേണ്ടി ചേർക്കുകയാണ്, ഞാൻ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതായത് ഒരു 1/4 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ചെറുതായിട്ട് മതി, കാരണം അല്ലെങ്കിൽ കറുത്തു പോവും. ഞാനിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഒട്ടും തരിയില്ലാതെ നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം. വറുത്ത തേങ്ങ അരയ്ക്കുന്നതിന് മുമ്പ് കടച്ചക്ക വേവിക്കാൻ വയ്ക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ 1 സ്പൂൺ കടുക്, കുറച്ച് പെരിഞ്ജീരകം, 1 സ്പൂൺ പെരിഞ്ജീരകം, കുറച്ച് കറിവേപ്പില, നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വലിയ ഉള്ളി. ഞാനിവിടെ 2 ഉള്ളി തികച്ചെടുത്തില്ല, 1.5 എണ്ണയാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് ചെറിയ ചീമച്ചക്ക ആയത് കാരണം ഇപ്പോൾ കുറച്ച് ഉള്ളി കൂടിയാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ 2 ചെറിയ തക്കാളി കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിടുമ്പോൾ തക്കാളി വേഗം വെന്ത് കിട്ടും. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴുകി വെച്ചിരിക്കുന്ന കടച്ചക്ക ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ കടച്ചക്ക വേവുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിനെ അടച്ചിട്ട് വേവിക്കാം. ഇത് വേവുന്ന സമയത്ത് നമുക്ക് അരച്ചിട്ട് വരാം. ഒത്തിരി നാളത്തെ എൻ്റെ ആഗ്രഹമാണ് അമ്മിയിൽ അരച്ച് കറി വയ്ക്കണമെന്ന്. എങ്കിലും സമയങ്ങളൊന്നും കിട്ടാത്തത് കാരണം എല്ലാം മിക്സിയിൽ തന്നെയാണ്. പക്ഷേ ഇന്ന് ഞാൻ ഇതിന് വേണ്ടി കുറച്ച് സമയം എടുത്ത് അമ്മിയിൽ തന്നെ അരയ്ക്കാമെന്ന് വിചാരിച്ചു.
അങ്ങനെ അരപ്പ് റെഡിയായി. കടച്ചക്കയും നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കതിലേക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്നത് പേസ്റ്റ് ഇട്ട് കൊടുക്കേണ്ടത് തന്നെയാണ്. ആദ്യം ഒഴിച്ച വെള്ളം ഞാൻ നന്നായിട്ട് വറ്റിച്ചെടുത്തു, കാരണം കഷ്ണങ്ങൾ കുറച്ചുകൂടെ ഒക്കെ വേകാനുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് എക്സ്ട്രാ വെള്ളം ഒഴിക്കേണ്ടത്, ചൂടുവെള്ളം ഒഴിക്കണേ, പച്ചവെള്ളം ഒഴിക്കല്ലേ. തിളച്ച വെള്ളം ഒഴിച്ചാൽ തന്നെയാണ് കറി നന്നായിരിക്കുള്ളൂ. ഇപ്പോൾ ആൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഇനി അവസാനമായിട്ടൊരു കടുവറുത്ത് ഒഴിക്കേണ്ടതുണ്ട്, അത് മസ്റ്റാണ് അത്. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു കടായി വെച്ച് കൊടുക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിൽ കുറച്ച് കടുകിട്ട്, കടുക് പൊട്ടി വരുമ്പോൾ ചെറിയ ഉള്ളി, ഇവിടെ വലിയ ഉള്ളി ചേർക്കണ്ട, ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ ഒരു 10-15 ചെറിയ ഉള്ളി, ഉപ്പം, ഉണങ്ങിയ തേങ്ങ ഉണ്ടെങ്കിൽ അങ്ങനെ കൊപ്ര തേങ്ങ പറയില്ലേ അത്, ഇല്ലെങ്കിൽ സാധാരണ പച്ച തേങ്ങ ആയാലും ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഇട്ടിട്ട് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ചുവന്ന് വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കണം. ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് മേക്കർ. അപ്പോൾ ഇത് നന്നായിട്ട് ചുവന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിനെ അങ്ങനെ ആ കറിയിലെടുത്ത് ഒഴിച്ചു കൊടുക്കേണ്ടത് തന്നെയാണ്. നല്ല മണം കേട്ടോ, ഈ ഉള്ളി വഴറ്റിയതും മസാലകളും എല്ലാം കൂടെ ഒക്കെ ചേരുമ്പോൾ ഈ പൊളിയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് കമൻ്റ് ഇടൂ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണൂ. നിങ്ങളുടെ കമൻറ്റും ലൈക്കും ഒക്കെ കാണുമ്പോൾ തന്നെയാണ് വീണ്ടും വീണ്ടും വീഡിയോസ് ചെയ്യണമെന്നൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ഫോർ നൗ.